അന്ന് പട്ടിനെ പോലെ സ്കൂളിൽ പട്ടിനെ പോലെ തല്ലിയപ്പോ നിങ്ങളെ സെക്രട്ടറി സ്നേഹം എവിടെയായിരുന്നു? ഒന്നാം തീയതി ഒന്നാം തീയതി തോരണം കെട്ടിയെന്ന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞ എന്താ അറിയോ? അന്ന് നിങ്ങൾ എന്റെ നോക്കാറെന്ന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞ മറുപടി എന്താ അറിയോ? അന്ന് ഞങ്ങൾക്ക് വേറെ കുറെ പരിപാടികളുണ്ടാവും. തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇത് നമുക്ക് കോടതി ഓർഡറാണ്, ഇത് കെട്ടാൻ പാടില്ലെന്നുള്ളത്. ഓർഡർ ഉണ്ട് നിലവിൽ എന്നുള്ളത് ഞങ്ങൾക്ക്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിൽ +1 വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാനായി SFI സ്ഥാപിച്ചിരുന്ന കൊടികളും തോരണങ്ങളും ബാനറുകളും രാത്രിയിൽ നീക്കം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. അലങ്കാരങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ അഴിച്ചുമാറ്റിയെന്നാണ് SFIയുടെ ആരോപണം. സംഭവത്തിൽ അന്വേഷണം നടത്തി ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മുനിസിപ്പാലിറ്റി വിശദീകരണം നൽകണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. +1 വിദ്യാർത്ഥികൾ സ്കൂളുകളിലെത്തുന്നതിന്റെ ഭാഗമായി നവാഗതരെ സ്വാഗതം ചെയ്യാൻ SFI പ്രവർത്തകർ GMHSS പെരിന്തൽമണ്ണ, GGVHSS പെരിന്തൽമണ്ണ എന്നീ സ്കൂളുകൾക്ക് മുൻപിൽ സ്ഥാപിച്ചിരുന്ന കൊടികൾ, തോരണങ്ങൾ, ബാനറുകൾ എന്നിവ രാത്രിയുടെ മറവിൽ പൂർണ്ണമായും അഴിച്ചുമാറ്റിയ സംഭവത്തിലാണ് SFI ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അന്ന് പട്ടിനെ പോലെ സ്കൂളിൽ പട്ടിനെ പോലെ തല്ലിയപ്പോ നിങ്ങളെ സെക്രട്ടറി സ്നേഹം എവിടെയായിരുന്നു? ഒന്നാം തീയതി തോരണം കെട്ടിയെന്ന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞ എന്താ അറിയോ? അന്ന് നിങ്ങൾ എന്റെ നോക്കാറെന്ന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞ മറുപടി എന്താ അറിയോ? അന്ന് ഞങ്ങൾക്ക് വേറെ കുറെ പരിപാടികളുണ്ടാവും. ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇത് നമുക്ക് കോടതി ഓർഡറാണ്, ഇത് കെട്ടാൻ പാടില്ലെന്നുള്ളത്. ഓർഡർ ഉണ്ട് നിലവിൽ എന്നുള്ളത് ഞങ്ങൾക്ക് നമ്മൾ തീരുമാനിക്കാം. ഒറ്റ ഡിമാൻഡ് ഉള്ളൂ. ഇനി അവിടെ ഒരു സംഘടനയും കെട്ടാൻ അനുവദിക്കില്ല. സെക്രട്ടറി, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി, പേര് ഫോൺ നമ്പർ ഒന്നും വേണ്ട. നിങ്ങളെ പേര് ഫോൺ നമ്പർ ഒന്നും വേണ്ട. സെക്രട്ടറി, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ആവശ്യമുള്ളൂ. തരാൻ പറ്റില്ല എന്നാ പറഞ്ഞു. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെയും സമീപ പ്രദേശങ്ങളിലെ MSF പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് അലങ്കാരങ്ങൾ നീക്കം ചെയ്തതെന്ന് SFI ആരോപിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ ബോധപൂർവം സംഘർഷാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും സംഘടന പ്രസ്താവനയിൽ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ മുനിസിപ്പൽ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം മുനിസിപ്പാലിറ്റി പരിധിയിലെ നിരവധി പൊതുസ്ഥലങ്ങളിൽ വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും തോരണങ്ങൾ, ബാനറുകൾ, ഫ്ലക്സുകൾ എന്നിവ ഇപ്പോഴും നിലനിൽക്കുമ്പോൾ അവ നീക്കം ചെയ്യാതെ നവാഗതരെ സ്വാഗതം ചെയ്യാൻ SFI സ്ഥാപിച്ച അലങ്കാരങ്ങൾ മാത്രം അഴിച്ചുമാറ്റിയത് മുനിസിപ്പാലിറ്റിയുടെ വിവേചനപരവും ഇരട്ടത്താപ്പ് നിറഞ്ഞതുമായ നടപടിയാണെന്നും SFI ആരോപിച്ചു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മുനിസിപ്പാലിറ്റി സ്വീകരിച്ച നടപടിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകണമെന്നും SFI ആവശ്യപ്പെട്ടു. ചാനൽ 10 പെരിന്തൽമണ്ണ. നമസ്കാരം. എല്ലാവരും കോപ്പില്ല, നിങ്ങൾ അറിഞ്ഞാണോ ഇപ്പൊ നടക്കുന്നതൊക്കെ? പക്ഷെ അറിയാത്ത ചിലതുണ്ട്. ലോകത്തിലെ പല വൻമരങ്ങളും വീണു. പലർക്കും പണി കൊടുത്തിട്ടും ഇതുവരെ വീഴാത്തൊരു വൻമരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? അമേരിക്ക, നൈജീരിയ, ദുബായ്, ഉഗാണ്ട, പിന്നെ ഇന്ത്യ, ഇങ്ങനെ 50 രാജ്യത്ത് അവർ പണി കൊടുത്തതേ ഒരു 2 ജനറേഷനിലെ ആൾക്കാർക്കാ. അവരുടെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? മീഡിയം കോപ്പ കൊണ്ടെന്ന് പറഞ്ഞിട്ടെന്താ വേറെ പലതും കാണിക്കാൻ വലിയ ഉശിര. ഇങ്ങനെ പണി കൊടുത്തതിനെ കുറിച്ച് പറയാനോ അറിയിക്കാനോ ഇവിടെ മീഡിയ എല്ലാവരും. കഴിഞ്ഞ 27 വർഷമായിട്ടാണ് ഈ പേര് ഈണത്തിൽ കേട്ടു തുടങ്ങിയത്. കേരളത്തിലെ പല ആൾക്കാർക്കും പണി കൊടുത്തിട്ടാണ് അവരുടെ തുടക്കമെന്ന് എന്റെ ഡീപ് റിസർച്ചിൽ മനസ്സിലായി. അവരെ കുറിച്ച് എന്റെ കയ്യിൽ ഇൻകൺട്രോവർട്ടിബിൾ എവിഡൻസ് ഉണ്ട്. അമേരിക്കയിലെ ക്രിസ്റ്റഫർ, ദുബായിലെ സയ്യിദ്, കാട്ടക്കടലെ ചന്ദ്രൻ വരെ പണി കിട്ടി. പണി കിട്ടിയ പലരും ഇതുപോലുള്ള വലിയ കമ്പനികളിലാണ്. ഇങ്ങനെയുള്ളൊരു ടീമിനെ കുറിച്ച് ഞാനെന്തിനിങ്ങനെ വാദവരാതെ പറയണം? എന്തിന്? വൈ? ബിക്കോസ് നിങ്ങൾക്കോ നിങ്ങൾക്ക് അറിയുന്നവർക്കോ നല്ല പണി കിട്ടും. ആരാണവർ? ഇന്റർനാഷണലി അവർക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ്. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. ലേൺ സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ് ഫ്രം ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, India's first and largest smartphone institute. 100% പ്ലേസ്മെന്റ് ബ്രിഡ്കോ ഗ്യാരണ്ടിയിൽ ഉറപ്പ് നൽകുന്നു. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, പണി കൊടുത്ത 4 നൂറ്റാണ്ട്.